2026 ഓഗസ്റ്റ് 4. ഇപ്പോൾ സമയം 1:15. ഇതാ നമ്മുടെ പാലായിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡെല്ലാം കംപ്ലീറ്റ് നല്ല ബെസ്റ്റായിട്ട് പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ കൊട്ടാരമറ്റം വാർഡ് കൗൺസിലർ ചെയർപേഴ്സണ്, അതുപോലെ മറ്റ് കൗൺസിലർമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രകാശ്, അതുപോലെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജോണി തൈപ്പറമ്പിൽ എല്ലാവരും കൂടി പാലായിൽ വന്ന് ഈ പറയുന്ന ബസ് സ്റ്റാൻഡിന് ക്ലീനിങ്ങിന് നേതൃത്വം നൽകി. ഇവിടെ ബസ് സ്റ്റാൻഡ് പൂർണ്ണ രീതി നല്ല ബെസ്റ്റായിട്ട് അടിച്ച് കഴുകി, അതായത് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സിനെ കൊണ്ട് കഴുകി. അതോടൊപ്പം തന്നെ സ്റ്റാൻഡ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നിറയെ മാലിന്യങ്ങളായിരുന്നു, പൂർണ്ണമായിട്ട് നീക്കി. ഇപ്പം ശക്തമായിട്ടുള്ള ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയെല്ലാം കഴിഞ്ഞ് ബാക്കി ചെളിയെല്ലാം ഒഴുകിപ്പൊക്കോളും. ഇതുപോലെ പാലായുടെ എല്ലാ ഭാഗവും, അതായത് നഗരത്തിൻ്റെ മധ്യഭാഗവും എല്ലാ ഭാഗവും ബാക്കി ക്ലീനിങ് കൂടി നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും പണികൾ നടക്കുകയാണ്. ഈ ശക്തമായ മഴ വരുന്നുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ വെള്ളം കയറുമോ എന്നുള്ള ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏതായാലും ഒരു ക്ലീനിങ് നടത്തിയിരിക്കുന്നു. മഴ മുന്നറിയിപ്പുകളൊക്കെ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഇന്നത്തെ ഈ പാലായിലെ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ കൊട്ടാരമറ്റത്തെ വാർഡ് കൗൺസിലർ ബിജു ആണ്. ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ഇട്ടിരുന്നു. അതനുസരിച്ച് ഇതൊന്ന് നന്നാക്കാനായിട്ട് സാധിച്ചു. എല്ലാം സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും അപ്ഡേറ്റ് വാർത്തകളിടാം. ഓക്കെ, താങ്ക് യു. പാലാ നഗരസഭയുടെ മാസ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ക്ലീനിങ് ആണ് നടക്കുന്നത്. അതിന് വെള്ളം തികയാതെ പോയപ്പോൾ സാന്തോഷ് ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് കത്തീഡ്രൽ പള്ളിയുടെ സാന്തോഷ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഹൈഡ്രൻ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്തരം ഹൈഡ്രൻറ്റുകൾ ഉള്ള ഭാഗത്താണ് ഫയർഫോഴ്സിന് എമർജൻസി സമയങ്ങളിൽ വെള്ളം എടുക്കാൻ സാധിക്കുന്നത്. അതായത് ടാങ്കിൽ നിന്ന് വലിയ തോതിൽ വെള്ളം, മാസ്സായിട്ടുള്ള വെള്ളം ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇത്തരത്തിലെ ഹൈഡ്രൻറ്റുകൾ എല്ലാ ബിൽഡിങ്ങിലും, അതായത് ഇപ്പോഴത്തെ ഫയർ റൂൾസ് അനുസരിച്ച് പണിയുന്ന കെട്ടിടങ്ങളെല്ലാം ഹൈഡ്രൻ്റ് നിർബന്ധമാണ്. ഹൈഡ്രൻറ്റിൽ എപ്പോഴും ടാങ്കിൽ വലിയ കപ്പാസിറ്റി വെള്ളം ശേഖരിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെയുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. കത്തീഡ്രൽ കോംപ്ലക്സ് കൃത്യമായിട്ട് ഫയർ റൂൾസ് പാലിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ അടിയന്തര സാഹചര്യത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഇതിനുവേണ്ടി സൗകര്യം തമ്മിലുള്ള ഇവിടെ നമ്മുടെ സ്വന്തം കോംപ്ലക്സിൻ്റെ മാനേജർ ബിനോയി വിളിച്ച് പെർമിഷൻ കത്തീഡ്രൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഈ സർവീസിന് നന്ദി പറയുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സിന് ഇത് ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളതുമാണ്. അപ്പം ഓക്കെ, ഇതിങ്ങനെ നഗരസഭയുടെ ക്ലീനിങ് പ്രോഗ്രാമുകൾ ഇതുപോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. കളിക്കാവുന്ന പോലെ അല്ലേ? നമ്മുടെ ഇവിടുത്തെ ചവിട്ട് പിടിച്ചിട്ടാ തുറക്കട്ടെ. എവിടെയെങ്കിലും എങ്ങനെയാണല്ലോ ഒന്ന് ഒടിയാതെ വെച്ചു.